ഓക്കെ, ഇത് പലപ്പോഴും എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് കമ്പനി ഫോർ ദ 2 years ആർ ആസ് ഫോളോസ്. 2 വർഷത്തെ ഇൻഫർമേഷൻ തന്നത് 2019 2020. 2019 സെയില് 2,70,000 ഉണ്ട്, പ്രോഫിറ്റ് 60,000 ആണ്, സോറി 6,000 ആണ്. ദെൻ 2020 3,00,000 സെയിലും ഉണ്ട്, 15,000 പ്രോഫിറ്റ് ഉണ്ട്. സോ ദിസ് ഇസ് സിറ്റുവേഷൻ. So calculate PV ratio, fixed cost, BEP, variable cost during the 2 periods, then margin of safety at a profit of 2,40,000. Okay, sorry, 2,40,000. Okay, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. PVR. അപ്പൊ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ കാണുന്നത്, പകരം 2 ഇയറിലെ പ്രോഫിറ്റും സെയിലും തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി ടു ഫൈൻഡ് PVR. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽ. ഓക്കെ, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇത് നെഗറ്റീവോ പോസിറ്റീവോ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടേക്ക് ദി ഡിഫറൻസ്. അതുപോലെ സെയിൽസിന്റെയും ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 9,000ഉം 30,000 കിട്ടും അല്ലെ. അപ്പൊ ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് 9,000 ആണ്, സെയിൽ 30,000 ആണ്. സോ ദ PV റേഷ്യോ വിൽ ബി 30%. ഓക്കെ, 30% PV റേഷ്യോ. ദെൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ മതി. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ മതി. അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടാൻ വെരി സിമ്പിൾ. നമുക്ക് സെയിൽസിനെ PVR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പം കോൺട്രിബ്യൂഷൻ സെയിൽസ് ഇൻറ്റു PVR എത്ര കിട്ടി? 81,000. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ. എത്രയായിരുന്നു ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ്? 6,000 ആണ് അല്ലെ. അപ്പം 6,000 പ്രോഫിറ്റ് നമ്മൾ ലെസ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ഫിക്സഡ് കോസ്റ്റ് കിട്ടി 75,000. ഓക്കെ, ഇനി BP, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 75 ഡിവൈഡ് ബൈ 30% ഇസ് ഈക്വൽ ടു 2,50,000. സിമ്പിൾ. വേരിയബിൾ കോസ്റ്റ്, സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പം 2019 സെയിൽ എത്രയാണ്? 2,70,000 ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 81 ആണ്. ഓക്കെ, 81 എങ്ങനെ കിട്ടിയത് നോക്കാം. ഓക്കെ, അതായത് ഇതിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ ഇതിനെ PVR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഇതിനെ PVR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. എവിടെ? 81. സെയിൽസിന്റെ PVR ആണ് വിളിച്ചപ്പോൾ 81 കിട്ടി. ഇതിൽ നിന്ന് പ്രോഫിറ്റ് അങ്ങോട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 81 അങ്ങോട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വേരിയബിൾ കോസ്റ്റ്. അതേപോലെ തന്നെ 3 ലാഖിന്റെ മുകളിൽ നമ്മൾ PVR അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് 30% അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 2,40,000, സോറി 24,000 തന്നെയാണ് അല്ലെ. ഓക്കെ, 24,000. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ, ഏത് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാലും അതിന് മാർജിൻ ഓഫ് സേഫ്റ്റി കാണും പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR ആണ്. PVR. അപ്പോൾ പ്രോഫിറ്റ് 24 ആണ്, 30% ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 80,000. ഇനിയിപ്പം 1 lakh പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ബൈ 30%.